അല്ലെങ്കിൽ ഇതിനെ നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റാം. ഉദാഹരണം പറയാൻ പറ്റും നമുക്ക്. ഇപ്പം ഞാൻ എപ്പോഴും നമ്മുടെ ആൾക്കാരോട് തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇസ്ലാം മതത്തിലെ നോമ്പ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മജോറിറ്റി അല്ലെങ്കിൽ എല്ലാവരും തന്നെ നന്നായിട്ട് നോമ്പെടുക്കുന്ന ഒരു സമൂഹമാണ് അവർ. ശരിക്കും നമുക്കത് അപ്രീസിയേഷൻ ഉണ്ട് അതിനകത്ത്, എന്ത് നന്നായിട്ടാണ് അവർ നോമ്പെടുക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ നോമ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം എല്ലാം കൈമോശം വന്ന് പോവുകയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരുടെ നോമ്പിനെ നിന്ദിക്കുകയല്ല വേണ്ടത്, നമ്മൾ ഇൻസ്പയർ ചെയ്യണം. നമുക്കും എടുക്കണം, നോമ്പും ഉപവാസവും ഒക്കെ എടുക്കണമെന്ന് മനസ്സിലാക്കുന്നിടത്ത് ഒരു അസൂയ ഉണ്ട്. പക്ഷെ അസൂയ ആരെയും മുറിവേൽപ്പിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്നില്ല, നമ്മളെ തന്നെ നല്ലതാക്കുന്നു. ക്രിസ്ത്യാനിറ്റിക്കും ഉണ്ട്. ഇപ്പം ഈയിടെ കമലഹാസൻ്റെ ഒരു ഇത് റീല് കണ്ടു കാണും, നിങ്ങൾ കണ്ടു കാണും. അതായത് കമലഹാസൻ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം കൈൻഡ് ഓഫ് റിലീജിയസ് ആണ്, അങ്ങനെ മതത്തോട് വലിയ ചായവുള്ള ആളല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുകയാണ്, എന്തൊക്കെയാണെങ്കിലും, അങ്ങനെ അദ്ദേഹം തുടങ്ങുന്നത്, എന്തൊക്കെയാണെങ്കിലും ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ ചെയ്ത ചാരിറ്റിയെ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. അതായത് മതം എന്നുള്ളത് പൂജാവിധികൾക്കും ദേവാലയങ്ങൾക്കും പുറത്തോട്ട് കൊണ്ടുപോയി മനുഷ്യ സ്നേഹത്തിന്, മാനവികതയ്ക്ക് ഹൈലൈറ്റ് ചെയ്യാൻ നമുക്ക് പറ്റി. നല്ലതാണ്. അതിനെ മറ്റുള്ളവരും അപ്രീഷിയേറ്റ് ചെയ്യുകയും അവരും അത് ടേക്കപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ നന്മയുണ്ടാകും.